ഇതാ കാണിച്ചേ മോനെ, കാണിച്ച്. യാനിക്കുട്ടിയുടെ പുത്തനുടുപ്പ്. എന്റെ പാന്റ് എനിക്ക് ഈ പടം ഇഷ്ടപ്പെട്ടു. എന്തോ പൊന്നു, കുഞ്ഞോടെ പനി മാറിയോന്ന് പറഞ്ഞേ. കുഞ്ഞോടെ പനി മാറിയോന്ന്? മാറിയോ? എന്നാ മോനെ പൊട്ടിച്ചു കൊടുക്കൾ. യാനിക്കുട്ടി വരച്ച പടമാട്ടോ. ആ പൂവ, റോസാപ്പൂ. യാനിക്കുട്ടിയാ മാമിയ. പൂച്ച. ചാരുവാന്നോ? മാമയുടെ മൂക്കും പായൊക്കെയാണ് വെച്ചത്. ഇതല്ല, പുറകില്. നിന്റെ പുറകിൽ മാമയുടെ മൂക്കും പായുവാ. കണ്ണ് വീട് ഇങ്ങോട്ട് നീങ്ങി. പെങ്കൊച്ചിനെ വെച്ച. ആ, ഇത് മാമിയ. ജീൻസ് പാന്റ്. അത് ഞാനും എന്റെ ഫ്രണ്ട്സ്. മാമി, അത് മാങ്ങയെ ഞാൻ ഒരു ബുക്ക് നോക്കി വെച്ച. മാങ്ങ രാമന്റെ റായ പഠിക്കുന്ന ബുക്കാ. കണ്ണ്, വായ, മൂക്ക് എല്ലാം ഉണ്ടല്ലോ. എങ്ങനെ എങ്ങനെ കുഞ്ഞു? ഡൺ. ഇന്നെന്തുവായിരുന്നു മടി? ഇന്നെന്തുവായിരുന്നു ട്യൂഷന് പോകാൻ മടി? മഴ നനഞ്ഞിട്ടില്ലേ? കുട ഉണ്ടായിരുന്നല്ലോ. വണ്ടി മാറി ഞാൻ അങ്ങോട്ട് അത് നനഞ്ഞിട്ട് കൊണ്ട് വെക്കുന്നോണ്ടല്ലയോ? പുതിയ കുടയല്ലേ. മഴ ചാറുക. ഒരാൾ സൈക്കിളും കൊണ്ട് ഇറങ്ങിയിട്ടുണ്ട്. പ്രിയങ്ങളെ, അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയങ്ങളെ, ഉടുപ്പേലെന്തോ ചള്ളയാണ്. മാറും. അത് തിരികത്തിക്കുന്നിടത്തുണ്ടോ? പിന്നെ
അപ്പൊ ഞാൻ പറഞ്ഞില്ലേ പ്രിയങ്ങളെ, മോനിക്കുട്ടൻ ചോറ് കൊണ്ടുപോകുന്നുണ്ട്. ഇന്ന് ചോറ് കൊണ്ടുപോയില്ല, കറികളൊക്കെ കൊണ്ടുപോയേ. അപ്പൊ എന്നും എന്തെങ്കിലും മെഴുക്കുവരട്ടിയോ തോരനോ ഒക്കെ വേണം. ആ ആ ആ എന്തോ ആ എല്ലാരും ചമ്മന്തി ചമ്മന്തി എല്ലാരും ഒരെണ്ണം വേണം. കുറച്ച് ക്യാരറ്റും കോവയ്ക്കയും ക്യാരറ്റ് കഴുകി ഞാൻ വേറെ സാധനം മേടിക്കാൻ കയറി. മീനൊന്നും മേടിച്ചില്ല. മീനൊന്നുമില്ല. തക്കാളി മേടിച്ചു. ഗ്രില്ലടച്ചേക്കെ. പിന്നെ ഒരു കുഞ്ഞു ചേന മേടിച്ചു. നമുക്ക് മെഴുക്കുവരട്ടി വെക്കാം. ഇവിടെ മിക്കവാറും ഉള്ളവർക്ക് മെഴുക്ക് വരട്ടിയാണ് പ്രിയം. മാമിയുടെ അടുക്ക കയറി. ഞാൻ പറഞ്ഞില്ല, അവിടെ പണി നടന്നുകൊണ്ടിരിക്കുക. അടുക്കളയുടെ വാർപ്പൊക്കെ ആയിരുന്നു. ഇപ്പൊ ഒരു അടുക്കള പണിക്ക് ഇറക്കിയ കുറച്ച് സാധനങ്ങൾ, കല്ലും കട്ടയും ഒക്കെ കിടപ്പുണ്ടായിരുന്നു, മെറ്റിലും ഒക്കെ. അപ്പം അതുകൊണ്ട് അപ്പൊ ആ സാധനങ്ങൾ കിടന്നത് കൊണ്ട് വെളിയിലോട്ട് ഒരു സീറ്റ് ഔട്ട് പോലെ ഇറക്കുവാണ് ഫ്രണ്ടിൽ. അതിന് ഷീറ്റ് ഇടുമായിരുന്നു. അതിന് തല കെട്ടിയിട്ടേക്കുന്നതേ ഉള്ളൂ. ഷീറ്റൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. അവിടെ നമ്മൾ നേരത്തെ അടുക്കള പോയി ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഒരു ഷെഡാണ്. അപ്പൊ അവിടെ ഷീറ്റ് ഇട്ടേക്കുമായിരുന്നു. ആ ഷീറ്റും അതിന്റെ കമ്പിയും എല്ലാം ഇരിപ്പുണ്ടായിരുന്നു. സാധനങ്ങളെല്ലാം ഉണ്ടായിരുന്നു. പണിക്കൂലി കൊടുക്കണം. അപ്പൊ അതും കൂടിയൊക്കെ അങ്ങ് ചെയ്യുവാണ്. കഴിവുന്നിടത്ത് ഇവിടാണ് കഴിവുന്നത്. അപ്പൊ അതിൻ്റെ കൂടെ ഉച്ച കഴിഞ്ഞ് മഴയായിരുന്നു. അവിടെ ഇന്ന് മെഷീൻ കൊണ്ട് നമ്മുടെ ഈ വെൽഡ് ചെയ്യുന്ന മെഷീനൊക്കെ ഓണാക്കി ഇട്ടേക്കുമായിരുന്നു. ആ പുസ്തകം എല്ലാം എടുത്ത് അങ്ങോട്ട് വെച്ചാൽ നീ കൊണ്ടുപോയി, ഞാൻ കഴിയില്ല. എന്നാ പഴയ ബാഗിനകത്ത് കൊണ്ടു. അപ്പൊ ഈ വെൽഡ് ചെയ്യുന്നതിന്റെ പണി നടക്കുന്നോണ്ട് ജാനിക്കുട്ടിയും കുഞ്ഞനൊക്കെ അപ്പുറത്തെ വീട്ടിലിരിക്കുമായിരുന്നു. അവിടെ ഫോൺ നടക്കുന്നത് ആരാ നോക്കിയിട്ട്. പിന്നെ ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് എല്ലാവരും അങ്ങോട്ട് വന്നത്. നല്ല ചുമയുണ്ടായിരുന്നു. ഉച്ച കഴിഞ്ഞ് ചുമ തൊട്ട് കംപ്ലീറ്റ് ആയിട്ട് മാറും. അപ്പൊ അതിന്റെ ഇടയ്ക്ക് കോള് വന്നു. അങ്ങനെ അങ്ങോട്ട് പോയി. അപ്പൊ ഞാൻ ഇതെല്ലാം നല്ല വെള്ളത്തിലൊക്കെ ഇട്ടിട്ടുണ്ട്. ഇനി ഞാൻ പോയി കുളിച്ചിട്ട് വരട്ടെ പ്രിയങ്ങളെ. അത്താഴത്തിന് ഇമ്മിണി ചോറിരിപ്പോണ്. മോനിക്കുട്ടനെ നൂഡിൽസ് ഉണ്ടാക്കണം. ചിക്കൻ നൂഡിൽസും വന്ന് സുജാമ്മയൊക്കെ വന്നപ്പോൾ ഒരു പാക്കറ്റ് ചിക്കൻ നൂഡിൽസ് കൊണ്ടുവന്നിട്ടുണ്ട്. അത് എടുത്തു വെച്ചേക്കുന്നത്. അത് മതിയെന്ന് പറഞ്ഞു. അത് മതിയെന്നുണ്ടെങ്കിൽ ഇന്നിനിയിപ്പോ ഒന്നും ഞാൻ വെക്കുന്നില്ല. ചോറും രാവിലെ ഞാൻ മാങ്ങാ ചമ്മന്തി അരച്ചു, മെഴുക്കുവരട്ടി വെച്ചു, മോരുണ്ട്. അതൊക്കെ കൊണ്ട് ഞാനും കഴിക്കും. മോനിക്കുട്ടൻ അത് മതിയെങ്കിൽ അങ്ങനെ പോട്ടെ എന്ന് വിചാരിച്ചു. ഇനിയിപ്പോ നാളെ എന്തെങ്കിലും റെഡിയാക്കാം എന്ന് വിചാരിച്ചു കേട്ടോ. അപ്പൊ ഞാൻ എന്തായാലും കുളിച്ചാൻ വെച്ച് വരട്ടെ കേട്ടോ. തണുക്കുന്നു. നല്ല മഴയായിരുന്നു ഉച്ച കഴിഞ്ഞ്. ഇച്ചിരി ചൂടുവെള്ളത്തിലങ്ങോട്ട് കുളിക്കാം. കുളിച്ച് പ്രാർത്ഥിച്ച് വരാം. കുളിച്ച് ജപിച്ച് വന്നതാണ് പ്രിയങ്ങളെ. ഇന്ന് കുളിക്കുന്നതിന് മുമ്പ് ചെറിയൊരു പണിയും മുറിക്കാത്തുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ഇതേപോലത്തെ ഷീറ്റ് ഞാൻ ഓൺലൈനിൽ മേടിച്ചായിരുന്നേ. അപ്പൊ ഇതിനകത്ത് ഇച്ചിരി നീളത്തിൽ ഇടേണ്ടതായതുകൊണ്ട് ഇതിനകത്ത് ഇടാൻ തികഞ്ഞില്ലായിരുന്നു. നമ്മൾ അപ്പുറത്തെ ഷെൽഫിനകത്തൊക്കെ ഇട്ട്, മോനിക്കുട്ടൻ TV കാണുന്നിടത്ത് ഒരു കൊച്ചു ഷെൽഫുണ്ട്, അവിടെ ഇട്ട്. അപ്പൊ ഇതിലോട്ട് ഇടാൻ തികഞ്ഞില്ലായിരുന്നു. അപ്പൊ ഞാൻ വീണ്ടും ഒരു 10 മീറ്റർ കൂടെ ഓർഡർ ചെയ്തായിരുന്നു. ഇന്ന് വന്നു. ഞാൻ അതെല്ലാം ഇവിടെ വിരിച്ചു. ഇവിടെ എല്ലാം വിരിച്ച് ഇതെല്ലാം പെറുക്കി ഒതുക്കിയൊക്കെ വെച്ചതാണ്. പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ടാണ് കുളിക്കാൻ പോയത് കേട്ടോ. പിന്നെ നമ്മുടെ അടുക്കളയിൽ ഒട്ടിച്ച ചിമ്മിനിക്കകത്ത് ഒട്ടിച്ച ഷീറ്റിന്റെ ബാക്കിയാണ്. ഇതൊക്കെ ഇനിയും ഇതിലാവശ്യമുള്ളപ്പോൾ എടുക്കാം. പിന്നെ ഒന്നും വെച്ചില്ല. മോനിക്കുട്ടൻ തന്നെ നൂഡിൽസ് ഉണ്ടാക്കാൻ തുടങ്ങുക. എനിക്ക് ഇച്ചിരി ചോറും ചമ്മന്തിയൊക്കെ ഉണ്ട് പ്രിയങ്ങൾ, അതൊക്കെ മതി. ഇത് നമ്മുടെ കഴിഞ്ഞ വർഷത്തെ
സ്റ്റാറാണ്. ഓർമ്മയുണ്ടോ പ്രിയങ്ങൾക്ക്? ഈ സ്റ്റാർ ഇടാൻ കയറിയാണ് എൻ്റെ കാലെല്ലാം മുറിഞ്ഞ് മാസങ്ങളോളം ഞാൻ വേദന തിന്നത്. പിന്നെ എന്താ പറയുന്നത്, ഇതൊക്കെ മോനിക്കുട്ടന്റെ ക്രാഫ്റ്റ് വർക്കിന്റെ പേപ്പറാണ്. അത് നമ്മുടെ പുൽക്കൂടാണ് കേട്ടോ. ഞാൻ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയ്ക്കകത്ത് എൻ്റെ വീഡിയോ കാണുന്ന ഒരാൾ വന്ന കാര്യം പറഞ്ഞായിരുന്നു. അപ്പോൾ അതിനകത്ത് കുറച്ച് നെഗറ്റീവൊക്കെ വന്ന് ഞാൻ ആളുടെ പേര് മറന്നുപോയി എന്നൊക്കെ പറഞ്ഞിട്ട്. മനഃപൂർവ്വം മറന്നതോ അല്ലെങ്കിൽ പറയാതിരിക്കുന്നതോ ഒന്നും അല്ല പ്രിയങ്ങളെ, നല്ല മറവിയാണ്. ഇന്ന് ശരിക്കും പറഞ്ഞുകൊണ്ടല്ലോ, ചെറിയ ചെറിയ കാര്യങ്ങളിൽ പോലും എനിക്ക് മറവിയാണ്. അത് ഒരുപക്ഷെ ട്രീറ്റ്മെൻറ്റിൻ്റെതാവാം, അല്ലെങ്കിൽ എൻ്റെ സ്ട്രെസ്സിൻ്റെതാകാം. എന്നെ കാണാൻ വരുന്ന മനുഷ്യർ എന്നേക്കാൾ ഒരുപാട് എന്താ പറയുക, ഒരുപാട് ഉയരങ്ങളിലിരിക്കുന്ന ആൾക്കാരായിരിക്കും. അപ്പോൾ അവരെന്നെ കാണാൻ എത്തുന്നതെന്ന് പറഞ്ഞാൽ എന്നോടുള്ള ഒരു സ്നേഹം കൊണ്ടാണ്, ഒരു ആത്മാർത്ഥത കൊണ്ടാണ്, ഒരടുപ്പം തോന്നുന്നത് കൊണ്ടാണ്. അല്ലാതെ ഞാൻ വലിയ കഴിവുള്ളവളായിട്ടോ അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലുമൊക്കെ വലിയ വലിയ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്ന ആളോ അങ്ങനെയൊന്നുമല്ല. അതൊക്കെ എനിക്ക് നല്ല ബോധ്യമുണ്ട്. പക്ഷേ ഈ വരുന്നവരിൽ ഭൂരിഭാഗം പേരും എന്നോട് എന്താ പറയുന്നത്, പറയണ്ട എന്നാണ് പറയാറുള്ളത്. വീഡിയോയിലൊന്നും പറയണ്ട എന്ന് തന്നെ പറഞ്ഞാണ് കൂടുതൽ ആൾക്കാരും വരുന്നത്, എന്തെങ്കിലുമൊക്കെ ഗിഫ്റ്റ് കൊണ്ട് തരുന്നത്. പക്ഷെ എൻ്റെ മനസ്സിൻ്റെ സന്തോഷമാണ് ഈ ആൾക്കാർ വന്നു എന്നും എന്നെ കണ്ടെന്നും ഒക്കെ പറയുക എന്നുള്ളത്. ഞാൻ നനച്ചിരിക്കാത്ത നേരത്ത് ഓടി വന്ന് മിണ്ടി പറഞ്ഞു പോകുന്നവരാണ് കൂടുതൽ ആൾക്കാർ. അപ്പം അങ്ങനെയുള്ളപ്പം ചിലപ്പോൾ ആ ഒരു സെക്കൻഡിൽ അവരുടെ പേര് ഞാൻ അങ്ങോട്ട് ചോദിച്ച് എന്നോട് പറയുമ്പം ചിലപ്പോൾ എനിക്കത് വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ഞാൻ മറന്നു പോകും പ്രിയങ്ങളെ. അന്നേരം തന്നെ അവിടം വിട്ടു പോവാണ്. അപ്പോൾ അവരെന്നോടൊരു 2 സെക്കൻഡ് അല്ലെങ്കിൽ കൂടി വന്ന ഒരു 5 മിനിറ്റ് ഒക്കെ വർത്താനം പറഞ്ഞു പോകുന്നവരാണ്. അപ്പോൾ അത് കഴിയുമ്പോൾ നമ്മൾ വീണ്ടും നമ്മുടെ ജോലികളിലേക്ക് കടക്കും. പിന്നെ വൈകുന്നേരം വരുന്ന ഉടനെ 100 കൂട്ടം കാര്യങ്ങൾ അതിൻ്റെയൊക്കെ ഇടയ്ക്ക് മറന്നു പോകുന്നതാണ്. അല്ലാതെ ഈ പറയുന്ന മനുഷ്യരോടൊന്നും എനിക്ക് ആത്മാർത്ഥത ഇല്ലാഞ്ഞിട്ടോ അവർ തരുന്ന സ്നേഹത്തിന് വിലയില്ലാഞ്ഞിട്ടോ ഒന്നുമല്ല. അങ്ങനെ 2-3 കമൻറ്റ് ഞാൻ കണ്ടു. പിന്നെ എന്താ പറയുന്നത്, ഇവരാരും ഞങ്ങൾ വരുന്നെന്നും ഞങ്ങൾ സമ്മാനങ്ങൾ തരുന്നു ഒന്നും വീഡിയോയിൽ പറയണമെന്ന് ആഗ്രഹിക്കാത്തവരാണ്. എൻ്റെ സന്തോഷത്തിന് ഞാൻ പറയുന്നതാണ്. എനിക്ക് വേണമെങ്കിൽ പറയാതിരിക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു പേര് തട്ടിക്കൂട്ടി അങ്ങ് പറയാം. നിങ്ങൾ അറിയുന്നുണ്ടോ? അപ്പോൾ അതുകൊണ്ട് എൻ്റെ മനസ്സിൻ്റെ സന്തോഷമാണ് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത്. അതിനകത്ത് ഞങ്ങൾക്ക് 2 കൂട്ടർക്കും ഇല്ലാത്ത ടെൻഷൻ മൂന്നാമതൊരാൾക്ക് അതിൻ്റെ ആവശ്യമില്ല. 1-2 തവണ വന്ന് എന്നെ കണ്ട് മിണ്ടിപ്പോയ മനുഷ്യരെ ചിലപ്പം പിന്നെ 3-ാമത്തെ തവണ വരുമ്പോൾ ഞാൻ മറന്നു പോകാറുണ്ട്. അതിലൊന്നും ഈ വരുന്ന ആൾക്കാർക്കൊന്നും ഒരു പരാതിയില്ല. അവർക്കൊക്കെ എൻ്റെ സാഹചര്യം, എൻ്റെ അവസ്ഥ എന്താണെന്നൊക്കെ ഉള്ളത് അറിയാവുന്നവരാണ്. മറന്നുപോയി എന്ന് ഞങ്ങൾക്കറിയാം എന്ന് പറഞ്ഞ് വന്ന് മിണ്ടുന്നവരാണ്. അപ്പോൾ ഒരിക്കലും എന്താ പറയുന്നത്, അങ്ങനെ ഒരു തെറ്റിദ്ധാരണയോ ഒരു നെഗറ്റീവോ തോന്നരുത്. ഒരിക്കലും മനഃപൂർവ്വമല്ല പ്രിയങ്ങളെ. നമ്മുടെ ശരീരം ഇത്രയും വലിയൊരു ചികിത്സയൊക്കെ കഴിഞ്ഞ് അതൊന്നും നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ പോലും ആ ചികിത്സയുടെയൊക്കെ സമയത്ത് എൻ്റെ രൂപവും ഭാവവും ശരിക്കും തിരിച്ചറിയാൻ പറ്റാത്ത, എൻ്റെ കൂടെ പഠിച്ച എൻ്റെ കൂട്ടുകാർക്ക് പോലും എന്നെ തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു എൻ്റെ രൂപം. അപ്പോൾ അത്രയൊക്കെ ചികിത്സ നമ്മുടെ ശരീരത്തിൽ ചെയ്യുമ്പോൾ നമുക്ക് റേഡിയേഷൻ, കീമോ എന്നൊക്കെ പറയുന്നത് നമ്മുടെ ശരീരത്തിലെ സെൽസിനെ കരിച്ച് കളയുകയാണ്. കീമോ ചെയ്യുമ്പോഴും റേഡിയേഷൻ ചെയ്യുമ്പോഴും ക്യാൻസറിൻ്റെ സെല്ലുകൾ മാത്രമല്ല കരിഞ്ഞു പോകുന്നത് കേട്ടോ, നമ്മുടെ ശരീരത്തിലെ നല്ല കോശങ്ങളും കൂടെ അത് കരിച്ചു കളയും. അപ്പം ഇതെല്ലാം നമ്മുടെ പിന്നീടുള്ള ജീവിതത്തെ ബാധിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. പിന്നെ നാക്കിൻ്റെ ബലം കൊണ്ട് മനസ്സിൻ്റെ ബലം കൊണ്ട് നമ്മൾ ഇങ്ങനെയൊക്കെ നടക്കുന്നതേ ഉള്ളൂ. അതിനകത്ത് നിങ്ങളത് മനസ്സിലാക്കുന്നവർ ഒരുപാട് പേരുണ്ട്. അവരൊക്കെ വന്ന് അതിനകത്ത് കമൻ്റ് ഇട്ടിട്ടുമുണ്ട്. അപ്പോൾ അതിനെ എന്തെങ്കിലും ഒന്ന് പറഞ്ഞ് നമ്മളെ ഒന്ന് കുത്തി നോവിക്കണം എന്ന് വിചാരിച്ചിരിക്കുന്നവർക്ക് എന്തും പറയാം. ഞാൻ ഇതിനെപ്പറ്റി പറയണമെന്ന് വിചാരിച്ചിരുന്നതുമല്ല. കാരണം ഈ പറയുന്ന മനുഷ്യർക്കൊന്നും, എന്നോടുള്ള സ്നേഹം കൊണ്ട് വരുന്ന മനുഷ്യർക്കൊന്നും ഞാൻ പേര് പറഞ്ഞില്ല, ഞാൻ മിണ്ടിയില്ല, കണ്ടില്ല, പറഞ്ഞില്ല എന്ന് പറഞ്ഞൊന്നും ഒരു പരാതി എന്നോട് ഇതുവരെ പറഞ്ഞിട്ടില്ല. പിന്നെ അതുകൊണ്ട് എനിക്കത് പറയണ്ട എന്ന് തന്നെ ഞാൻ കരുതിയതാണ്. പക്ഷേ ചിലരെങ്കിലും അത് ശരിയാണ് എന്ന് ചിലപ്പോൾ മനസ്സിൽ വിചാരിച്ചാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. എന്നെ കാണാൻ ഇഷ്ടമുണ്ട്, പക്ഷെ വരണമെന്നുണ്ട്, പക്ഷെ ചമ്മലാണ്, പേടിയാണ്, ഞാൻ മിണ്ടുമോ എന്നുള്ള ഇതോ അല്ലെങ്കിൽ ഞാൻ എന്താ പറയുന്നത് വലിയ ഇതാണോ അങ്ങനെയൊക്കെ ജാട കാണിക്കുമോ എന്നുള്ളത്, അങ്ങനെയൊക്കെ വരാൻ മടിച്ചിരിക്കുന്നവരുണ്ട്. പക്ഷെ മിണ്ടണമെന്നുമുണ്ട്, അങ്ങനെയുള്ളവരുണ്ട്. അപ്പോൾ അവർക്ക് വീണ്ടും ഒരു എന്താ പറയുന്നത് വരണ്ട എന്നുള്ളൊരു മനസ്സിനൊരു ഇത് കൊടുക്കണ്ട. അപ്പം അവർ വീണ്ടും ഇതിനകത്തുനിന്ന് പിന്നോട്ട് പോകണ്ട, എൻ്റെ അടുക്ക വന്ന് മിണ്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പറഞ്ഞത്. ആരോടും, ഈ പറയുന്ന ഒരു മനുഷ്യരോടും എനിക്ക് ഒരു എന്താ പറയുന്ന ഒരു അകൽച്ചയില്ല പ്രിയങ്ങളെ. വന്ന് എന്നോട് മിണ്ടുന്ന എല്ലാവർക്കും അങ്ങനെ തന്നെയാണ്. ഞാൻ എന്തെങ്കിലും ജോലി ചെയ്യുന്നതിൻ്റെ തിരക്കിലാണ് ചിലപ്പോൾ ഞാൻ
2 മിനിറ്റ് വെയിറ്റ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട് ചിലരോടൊക്കെ. എന്നാൽ പോലും 2 അല്ല 5 മിനിറ്റ് വരെ എന്നെ കാത്തു നിന്ന് എന്നോട് മിണ്ടിയിട്ട് പോയവരുണ്ട്. അപ്പോൾ അതൊക്കെ മനുഷ്യൻ്റെ സാഹചര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ഒരു സാമാന്യ ബോധം ഉണ്ടാവണം കേട്ടോ. അപ്പോൾ ഇന്ന് നമുക്കധികം പാചകമോ ഒന്നും ഇല്ലായിരുന്നു. ഇത് കണ്ടോ പ്രിയങ്ങളെ, ഇന്നലെ ഞാൻ ചെമ്പരത്തിക്കം പൊടിക്കാൻ അവിടെ പോയപ്പോഴേ അമ്മ പറഞ്ഞതാണ് റോസാക്കമ്പ് നിൽപ്പുണ്ടെന്ന്. ആ റോസാക്കമ്പ് കൈ മുറിച്ചു. ഈ കൈ ആയതുകൊണ്ട് എനിക്ക് വലിയ ബുദ്ധിമുട്ടുണ്ട്, വേദനയുണ്ട്. ഈ കയ്യെ നമ്മൾ ഇഞ്ചക്ഷൻ എടുക്കാൻ പാടില്ല, കൊതുക് കടിക്കാൻ പോലും പാടില്ല എന്ന് പറഞ്ഞ കൈയാണ് ഈ മാന്തി പറിച്ച് വെച്ചേക്കുന്നത്. നമുക്ക് ചെറിയ മുറിവാണെങ്കിൽ പോലും ഈ കയ്യിലുണ്ടാകുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. ഞാനിത് ഇന്ന് ജാനിക്കുട്ടിയെ കാണിച്ചപ്പോൾ ജാനിക്കുട്ടിയുടെ കാല് എവിടെങ്ങാണ്ട് വീണൊരഞ്ഞ് തൊടയുടെ ഭാഗത്ത് ഇതിൻ്റെ ഒരു 5-6 എണ്ണം ഉണ്ട് ഒരഞ്ഞു പോയേക്കുന്നു. പ്രിയങ്ങൾ പറയുന്ന ഓരോ കാര്യങ്ങളും എൻ്റെ മനസ്സിൽ വെച്ച് ഞാൻ ഓരോന്നിനും മറുപടിയൊക്കെ ആയിട്ട് ഓരോ വീഡിയോസിലും പറയുന്നുണ്ട്. നിങ്ങളത് കാണുന്നോ കേൾക്കുന്നോ ഫുൾ വീഡിയോ കാണുന്നുണ്ടോ എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ. പിന്നെ എല്ലാവരും വീഡിയോ കാണണം, സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഇതൊക്കെ ഞാൻ ഇപ്പോഴത്തെ വീഡിയോസിലൊക്കെ ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പറയുന്നതിൻ്റെ കാരണം നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ എന്താ പറയുന്നത്, നിങ്ങളുടെ കമൻറ്റും നിങ്ങളുടെ ലൈക്കും ഷെയറും ഒക്കെ ഞങ്ങളുടെ നിലനിൽപ്പിൻ്റെ വിഷയമാണ്. അതുപോലെ നിങ്ങളിതെല്ലാം ചെയ്യണം, വീഡിയോ ഫുള്ള് കാണണം കേട്ടോ. അപ്പോൾ നിങ്ങൾ പറയുന്ന പല കാര്യങ്ങൾക്കും ഞാൻ ആ കമൻറ്റിലൂടെ മറുപടി തന്നില്ലെങ്കിൽ പോലും വീഡിയോയിലൂടെ മറുപടി പറയുന്നുണ്ട്. അത് വീഡിയോ കാണുമ്പോഴേ നിങ്ങളത് ഫുള്ള് കാണുമ്പോഴേ നിങ്ങൾക്ക് ചിലപ്പോൾ ആ മറുപടി നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. അതല്ലാതെ ഞാൻ പറഞ്ഞില്ല, ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ട് അത് മിണ്ടാതിരുന്നു, അപ്പം പിന്നല്ലാതെ ഞാനത് അങ്ങനെ പറഞ്ഞിട്ട് ഒരു മറുപടിയും തന്നില്ല എന്ന് ഒരു വിഷമം മനസ്സിലുണ്ടാവരുത്. അതുകൊണ്ട് വീഡിയോ ഫുള്ള് കാണണം കേട്ടോ. എന്തൊക്കെ അടവാൻ നോക്കിക്കല്ലേ. പിന്നെ എന്താ പറയുന്നത്, ഹോം ടൂർ ചെയ്യുന്നതിനെ പറ്റിയൊക്കെ കുറേ പ്രിയപ്പെട്ടവർ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. സോഷ്യൽ മീഡിയ നല്ല ആക്റ്റീവായിട്ട് ഉപയോഗിക്കുന്ന എല്ലാവരും കണ്ടു കാണും. ഒരു ഹോം ടൂർ ചെയ്തതിൻ്റെ, നമ്മുടെ നാട്ടിലല്ല എന്നാൽ പോലും ഹോം ടൂർ ചെയ്ത് അവരുടെ വീട്ടിൽ വലിയൊരു മോഷണം നടന്നേ. നമുക്കിപ്പോൾ ഇവിടെ മോഷ്ടിച്ചുകൊണ്ട് പോകാനൊന്നുമില്ല എന്നുള്ളതൊരു പച്ചപ്പരമാർത്ഥമാണെങ്കിൽ പോലും അതിനുള്ള സാഹചര്യം നമ്മളെന്തിനാണ് ഉണ്ടാക്കുന്നത്? നമ്മുടെ വീട് എന്താ പറയുന്നത്, നമ്മളിത് നിങ്ങൾക്ക് കാണണമെന്ന് ആഗ്രഹം കൊണ്ട് നിങ്ങൾ പറയുന്നതാണ്. പക്ഷേ നമ്മളിത് വീഡിയോ എടുത്തിടുമ്പം നമ്മളൊരു പബ്ലിക് പ്ലാറ്റ്ഫോമിലോട്ട് നമ്മുടെ വീട് വിട്ടുകൊടുക്കുകയാണ്. അതിനകത്ത് എന്നെ സ്നേഹിക്കുന്നവരും ഇഷ്ടപ്പെടുന്നവരും മാത്രമല്ല, ചിലപ്പോൾ ഇതൊക്കെ ടാർഗറ്റ് ചെയ്തിരിക്കുന്ന ഒരുപാട് ശത്രുക്കളുമുണ്ട്. അപ്പോൾ അവർക്ക് എന്തെങ്കിലും ഒരു കുൽസിത ബുദ്ധി തോന്നിയാൽ അത് ഞങ്ങളെ ബാധിക്കത്തില്ല പ്രിയങ്ങളെ. അതുകൊണ്ടാണ് ഞാനതിന് മടിക്കുന്നത്, അല്ലാതെ ഇട് കാണിക്കാൻ മടിയൊന്നും ഉണ്ടായിട്ടല്ല കേട്ടോ. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ കുറേ പേര് പറഞ്ഞു ഇതാണ് അതിൻ്റെ കാരണം. പിന്നെ ഏകദേശമൊക്കെ ഞാൻ വീഡിയോസിലൊക്കെ നിങ്ങൾ കാണുന്നതൊക്കെ അല്ലേ പ്രിയങ്ങളെ, അത് മനസ്സിലാക്കുമെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് ചോറിൻ്റെ പരിപാടി നോക്കാം. ഓനുകൂട്ടൻ ഉണ്ടാക്കുന്നതല്ലേ, ഇപ്പം ഇച്ചിരി കിട്ടിയാൽ ഞാനങ്ങ് കഴിഞ്ഞു. എന്നാലും അമ്മയ്ക്ക് ചോറ് വേണം, ചോറുണ്ടോളാം. ചീസൊന്നും ഇടണ്ട രാത്രി, കുഞ്ഞല്ലാതെ ഉണ്ടാക്കുന്ന പോലെ ഉണ്ടാക്കി ചീസൊന്നും ഇടണ്ട. വേണ്ട, അത് ചിക്കൻ നൂഡിൽസ് ആവോനെ. രാവിലെ മുട്ട വറുത്തില്ലേ ചോറുണ്ണാനൊക്കെ, ഇനി മുട്ട വേണോ? എന്താ ഇത്ര സ്റ്റോറിയാണോ? അതിൽ മോൻ ആണോ? ശരി. മോനിക്കുട്ടന്റെ ടീച്ചറാ. നാളെ വായനാ ദിനമാണ്. അപ്പൊ നമ്മള് കുഞ്ഞുങ്ങൾക്ക് ഒരു സ്റ്റോറിയോ കവിതയോ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് കൊടുക്കുന്നതായിട്ടൊരു വീഡിയോ. മോൻ ഇത് നൂഡിൽസ് ഉണ്ടാക്കിയിട്ട് പോകാം, അമ്മ അപ്പോഴത്തേക്ക് ഒരു കവിത പഠിക്കട്ടെ. പണ്ടൊക്കെ ആണെന്നുണ്ടെ ബാലരമയും ബാലമംഗളവും ഒക്കെ വായിച്ച് അങ്ങനെയെങ്കിലും കുറച്ച് കഥകളൊക്കെ നമുക്കൊക്കെ അറിയാം. ഇപ്പോഴത്തെ കുഞ്ഞുങ്ങൾക്ക് കൂടി വന്നാൽ
എന്തോ അറിയാവുന്ന ഗ്രാനിയുടെ കഥ അറിയാം എൻ്റെ മോനുകുട്ടൻ. അതല്ലാതെ ബാലരമയോ ബാലമംഗളോ നേരത്തെ കളിക്കുടുക്ക വാങ്ങിക്കുമായിരുന്നു, അത് വായിക്കുമായിരുന്നു. ഇപ്പൊ അതൊന്നുമില്ല പ്രിയങ്ങളെ. അങ്ങനെയുള്ള വായനയില്ല. വായനയില്ലാത്തതിൻ്റെതായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും ഉണ്ട്. ഇനി ഞാൻ കുറേ ബുക്കുകൾ എന്നെ കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ, എൻ്റെ മൂത്താപ്പനാണെന്നുണ്ടെങ്കിൽ ഒരു സമയത്ത് അങ്ങ് ആ പുസ്തകം മേടിയില്ല, ഈ പുസ്തകം മേടിയില്ല, ടീച്ചറുകൾ മേടിയില്ല, ഇതൊക്കെ അങ്ങ് തലേ കയറി. ഞാൻ അവിടെ ഇവിടെ എല്ലാം നടന്ന പുസ്തകങ്ങൾ മേടിച്ചോണ്ട് കൊടുത്തു. അതെല്ലാം തലണക്കിഴി ഭദ്രമായിട്ട് വെച്ച് അവിടെ വെച്ചിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ വീട് ഷിഫ്റ്റ് ചെയ്ത് വന്നപ്പം ഞാൻ അതെല്ലാം പുസ്തകങ്ങള്, അങ്ങനെയുള്ള കഥപുസ്തകങ്ങളും നോവലുകളും ഒക്കെ പെറുക്കി അടുക്കി അവിടെ വെച്ചിട്ടുണ്ട്. ഇനി അതൊക്കെ കുറേശ്ശെ മോനുകുട്ടനെ കൊണ്ടെങ്കിലും വായിപ്പിക്കണമെന്ന് ആഗ്രഹമുണ്ട്. പിന്നെ വായിച്ചാൽ മാത്രമേ നമ്മുടെ മനസ്സിൽ അക്ഷരങ്ങൾ മനസ്സിൽ പതിയത്തുള്ളൂ. നമുക്ക് പിന്നെ ഏതെങ്കിലും സമയത്ത് നമുക്ക് നമ്മുടേതായിട്ടുള്ള രീതിയിൽ ഒന്ന് എഴുതണമെന്നുണ്ടെങ്കിലും നമ്മൾ പലതും വായിക്കണം. ഞാനാണെങ്കിൽ ഒത്തിരി പുസ്തകങ്ങൾ എനിക്ക് കിട്ടുന്ന പുസ്തകങ്ങളെല്ലാം ഞാൻ വായിക്കുമായിരുന്നു. ബാലരമയും ബാലമംഗളവും മാത്രമല്ല, മനോരമയൊക്കെ അമ്മ വായിക്കാൻ സമ്മതിക്കത്തില്ലായിരുന്നു അന്നത്തെയൊക്കെ സമയത്ത്. എന്നാലും നമ്മൾ കിട്ടുന്നതെല്ലാം വായിക്കുമായിരുന്നു. അതിനകത്തുണ്ട്. ആ കൂട്ടത്തില് നമ്മളും കുറെ പുസ്തകങ്ങളൊക്കെ ശേഖരിച്ചു വെച്ചു വായിക്കുകയും അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു. അപ്പൊ അതൊക്കെ അന്യം നിന്ന് പോയി. ഒരാൾ നൂഡിൽസ് ഒക്കെ റെഡിയാക്കിയിട്ടുണ്ട്, ക്യാരറ്റ് ഒക്കെ ഇട്ട് സൂപ്പർ നൂഡിൽസ്. അമ്മയ്ക്ക് വേണോന്നൊക്കെ ചോദിക്കുക. മോനുകുട്ടൻ ഉണ്ടാക്കിയോണ്ട് ഇച്ചിരി തന്നാ ഞാൻ അങ്ങ് കഴിക്കും കേട്ടോ. ഒത്തിരി ഒന്നും വേണ്ട, ഒരു സ്പൂണും എല്ലാം മതി. അമ്മ ചോറുണ്ടോളാം. ഇന്ന് ഞാനും മോനുകുട്ടനും ചോറ് കൊണ്ടുപോയി. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കൂട്ടാനൊക്കെ കൂട്ടി ഞാൻ ചോറ് കൊണ്ടുപോയി. എന്തൊക്കെയാ അറിയാം: മാങ്ങാ ചമ്മന്തി, ഉരുളക്കിഴങ്ങ് മെഴുക്ക് പുരട്ടി, മുട്ട വറുത്തത്, കടുമാങ്ങ. അതുകൊണ്ട് ഇന്ന് ഉച്ചയ്ക്ക് ചോറിനാ ഭയങ്കര ഉത്സാഹമായിരുന്നു. മതി. മോനുകുട്ടനുണ്ടാക്കിയ നൂഡിൽസ് എന്റെ പങ്കാണിത്. കഴിച്ചിട്ട് കവിത എഴുതാം. കവിത എഴുതുക, കവിത പഠിക്കാം എന്ന് വിചാരിച്ചു. മാങ്ങാ ചമ്മന്തി ഇങ്ങനെ എടുക്കാം. ഇച്ചിരി മതി ചമ്മന്തി, കടുമാങ്ങ ഉള്ളത് കൊണ്ട്. ഇനി മെഴുക്ക് വരട്ടി. പിന്നെ ഇതൊക്കെ കൂട്ടി അങ്ങോട്ട് കഴിക്കാം. വീണ്ടും കാണാം. എല്ലാവരോടും സ്നേഹം, പ്രാർത്ഥനകൾ. ടാറ്റാ. ഓക്കെ, ബൈ, സി യു. കൊച്ചു കൊച്ചു വീട്ടുവിശേഷങ്ങളുമായി വീണ്ടും കാണാമേ.